ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരി ഉൾപ്പെടെ 10-ലധികം കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഐശ്വര്യ, ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്? മേഘ, പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ച് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ തിരിച്ചടിക്കാനായി ഇന്ത്യ തെരഞ്ഞെടുത്ത ഭീകര കേന്ദ്രങ്ങൾ തിങ്ങി നിൽക്കുന്ന 9 പ്രദേശങ്ങൾ നേരത്തെ ആവണി സൂചിപ്പിച്ചതുപോലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബഹവൽപൂർ തന്നെയാണ്. അവിടെ എന്തുകൊണ്ട്, അതായത് അത്രയും ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എന്തുകൊണ്ട് ഇന്ത്യ തിരഞ്ഞെടുത്തു എന്നുള്ളതിന് മറുപടി കൂടിയാണ് ഇപ്പോൾ മസൂദ് അസറിന്റെ ഒരു സ്ഥിരീകരണത്തിലൂടെ ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം അതിൽ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വിവരം അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് മസൂദ് അസറിന്റെ അതായത് തന്റെ കുടുംബത്തിലെ 10 അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ മസൂദ് അസറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്ന 4 സഹായികളും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വരുന്നുണ്ട്. ഒപ്പം ഈ താൻ കൂടി കൊല്ലപ്പെട്ടിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്നുള്ളതാണ് അസർ പ്രതികരിച്ചിരിക്കുന്നത്. മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും ഒപ്പം അനന്തരവൾ കുടുംബത്തിലെ 5 കുട്ടികൾ എന്നിവർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അസറിന്റെ സഹോദരന്റെ മകനും കൊടും തീവ്രവാദിയുമായ റൌഫ് അസ്ഗറും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇവർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ബഹവൽപൂരിലെ ഈ ആക്രമണത്തിൽ ആണ്, അല്ലെങ്കിൽ അവിടെ ഇന്ത്യ നടത്തിയ അറ്റാക്കിലാണ് അവർ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ സന്ദേശത്തിൽ മസൂദ് അസർ പറഞ്ഞു വെക്കുന്ന ഒരു വാക്യമുണ്ട്: ഈ ക്രൂരത എല്ലാ നിയമങ്ങളും ലംഘിച്ചു, ഇപ്പോൾ ആരും ദയ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന കൂടി. അതായത് കനത്ത പ്രഹരം മസൂദ് അസറിന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ. അവിടെ വരുന്ന ചോദ്യം നമുക്കറിയാവുന്ന പോലെ തന്നെ 1999 കാണ്ഡഹാർ വിമാന റാഞ്ചിൽ ബന്ദികളെ കിട്ടുന്നതിന് പകരമായി ഇന്ത്യക്ക് വിട്ടു നൽകേണ്ടി വന്ന ഭീകരനാണ് മസൂദ് അസർ. പാർലമെന്റിന് നേരെ 2001 നടന്ന ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കൂടിയാണ് ഈ മസൂദ് അസർ. 2016 പഠാൻകോട്ട് ആക്രമണത്തിലും 2019 പുൽവാമ ആക്രമണത്തിലും തുടങ്ങി ഇന്ത്യയിൽ വിവിധ ഭീകരാക്രമണങ്ങളുടെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ച മസൂദ് അസറിന് ഏറ്റ കനത്ത തിരിച്ചടി, കനത്ത പ്രഹരം തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായ ടാർഗറ്റ്, അതായത് ഹൈ വാല്യൂ ഉള്ള ഒരു ടാർഗറ്റ് ചൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യ ഇറങ്ങി പുറപ്പെട്ടത് എന്നുകൂടി പറയേണ്ടി വരും. നേരത്തെ ആവണി സൂചിപ്പിച്ചതുപോലെ ഈ ഭീകര കേന്ദ്രങ്ങൾ തിങ്ങി നിൽക്കുന്ന 9 പ്രദേശങ്ങൾ, അത് ബഹവൽപൂർ, കോഡ്ലി, മുരിദ്കെ, മുസാഫറാബാദ് എന്നിവിടങ്ങൾ അടക്കമുള്ള ഭീകര കേന്ദ്രങ്ങളാണ് ഈ ഓപ്പറേഷനിലൂടെ ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ബഹവൽപൂർ. അവിടെയാണ് ഈ മസൂദ് അസറിന് കനത്ത പ്രഹരം ഏറ്റിരിക്കുന്നത്. ഒപ്പം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.